ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഭൂമി. അതാണ് ചാപ്റ്ററിൻ്റെ പേര്, നമ്മുടെ ഭൂമി. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, 2-3 ദിവസമായിട്ട് SCERT അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പെന്ന് വർക്കാവുന്നില്ല, വൈറ്റ് കളർ മാത്രമേ പെന്നിൽ വർക്കാവുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും വൈറ്റ് ആയതുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ പെന്ന് ശരിയാവുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ടൈം പോവും. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് സ്ട്രെസ് ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് മാക്സിമം പറഞ്ഞുകൊണ്ട് തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ചാപ്റ്റർ നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഭൂമി കണ്ടോ, ഭൂമിയുടെ ഒരു അതിമനോഹരമായ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സൗരയുദ്ധ ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കുന്നത് നമ്മുടെ ഭൂമിയിൽ മാത്രമാണ് അല്ലേ. ഇതുവരെ കണ്ടെത്തിയതിൽ ജീവൻ നിലനിൽക്കുന്നത് നമ്മുടെ ഭൂമിയിൽ മാത്രമാണ്. അതുപോലെ നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം ഭൂമിയിലുണ്ടെന്നാണ് ഭൂമി പറയുന്നത് കേട്ടോ. ഭൂമി സ്വയം അത് എന്താ ചെയ്യുന്നത്, അതിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചുട്ടുപൊള്ളുന്നൊരു ഗോളമായിരുന്നു താനെന്ന് പറയുന്നു. പിന്നീട് നിരന്തരമായി പെയ്ത മഴയിലൂടെയാണ് താൻ തണുത്തതെന്നും അങ്ങനെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നീട് കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്, ജീവജാലങ്ങൾ തന്നിൽ ഉണ്ടായതെന്നും ഒക്കെ ഭൂമി പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി ആത്മകഥം പറയുകയാണ്. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് നോക്കാം. ഉള്ളറകളിലേക്ക്. നമ്മുടെ ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് എന്ന് പറയുന്നത് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മുടെ നോർമലി നമ്മുടെ വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ആ 100 ഡിഗ്രി സെൽഷ്യസ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് താങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു 5500 ഡിഗ്രി സെൽഷ്യസ് അല്ലേ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇനി ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും കേന്ദ്രത്തിലേക്കുള്ള ദൂരം അറിഞ്ഞിരിക്കുക, 6371 കിലോമീറ്റർ. അപ്പോൾ എത്രയാണ്, 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭൂമിയുടെ ഇത്രയും ദൂരത്തിലുള്ള ഉള്ളറകളെക്കുറിച്ചുള്ള വിവരം നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ അത്രയും ആഴത്തിൽ ഇറങ്ങിപ്പോയോ? അല്ലേ. എങ്ങനെയാണ് കിട്ടിയത്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേർന്ന വസ്തുക്കൾ പരിശോധിച്ചതിൽ നിന്നും നമുക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്നുമൊക്കെയാണ് നമ്മുടെ ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ച് പഠിക്കാനുള്ള സോഴ്സ് നമുക്ക് കിട്ടിയത്. ഇനി ഭൂമിയുടെ ഘടനയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്നറിയപ്പെടുന്നത്. കണ്ടോ, ഏറ്റവും പുറമേ ഭൂവൽക്കമുണ്ട്, അതിന് തൊട്ടുള്ളിലായിട്ട് മാന്റിലുണ്ട്, അതിനുള്ളിലായിട്ട് പുറക്കാമ്പുണ്ട്, ഏറ്റവും ഉള്ളിലായിട്ട് അകക്കാമ്പ്. അപ്പോൾ ഓർഡർ പഠിച്ച് തന്നെ വെച്ചേക്കുക. ഏറ്റവും പുറമേ നിന്നുള്ള ഓർഡറാണ്. ഏറ്റവും പുറമേ ഭൂവൽക്കം, അതിന് തൊട്ടുള്ളിലായിട്ട് മാൻഡിൽ, അതിനുള്ളിൽ പുറക്കാമ്പ്, അതിനുള്ളിൽ അകക്കാമ്പ്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ്? ഭൂവൽക്കം അല്ലെങ്കിൽ മാൻഡിൽ എന്നാണ് പറയുന്നത്. ഇനി ഓരോന്നിനെ പറ്റി നമുക്ക് നോക്കാം. ഭൂവൽക്കം, ക്രസ്റ്റ് അല്ലേ. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഇപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. അതുപോലെ ബാക്കി പാളികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നേർത്ത പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് നമ്മുടെ ഭൂവൽക്കം. ഭൂവൽക്കത്തിനെ തന്നെ നമുക്ക് വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. അപ്പോൾ ഇതിൽ കനം കൂടുതൽ വൻകര ഭൂവൽക്കത്തിനാണ് അല്ലെ. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ശരാശരി കനം എന്ന് പറയുന്നത് 30 കിലോമീറ്ററോളം വരും കേട്ടോ. 30 കിലോമീറ്ററോളം വരും. ഈ വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശങ്ങളിലോട്ട് പോകുമ്പോൾ ഏകദേശം 70 കിലോമീറ്റർ കനവുമുണ്ട്. അപ്പോൾ വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. അതിൻ്റെ ആവറേജ് കനം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 30 കിലോമീറ്റർ എന്ന് പറയണം. എന്നാൽ അത് പർവ്വത പ്രദേശങ്ങളിലോട്ട് പോകുമ്പോൾ ഈ വൻകര ഭൂവൽക്കം 70 കിലോമീറ്റർ കനത്തിലും കാണപ്പെടുന്നു. എന്നാൽ നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ ആണ് കനം. അപ്പോൾ ഓർത്തിരിക്കുക, വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി കനം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. പർവ്വത ഭാഗങ്ങളിലോട്ട് പോകുമ്പോൾ അത് 70 കിലോമീറ്ററായി മാറാറുണ്ട്. എന്നാൽ നമ്മുടെ സമുദ്ര ഭൂവൽക്കത്തിന് കനം കുറവാണ്, 5 കിലോമീറ്റർ ആണ്. ശരാശരി 5 കിലോമീറ്റർ ആണ്.
ഇനി അടുത്ത് ഉള്ളിലെ പാളിയാണ് മാൻറ്റിൽ. ഭൂവൽക്കം കഴിഞ്ഞാൽ തൊട്ടുള്ളിലായിട്ട് വരുന്ന ആളാണ് മാൻറ്റിൽ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലും മാൻറ്റിൽ എന്ന് തന്നെയാണ്. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻറ്റില്. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ മാൻറ്റില് എത്ര കിലോമീറ്റർ ആണ്? 2900 കിലോമീറ്റർ ആണ് അല്ലേ? നമ്മുടെ ഭൂവൽക്കം 30 കിലോമീറ്റർ വന്നപ്പോൾ മാൻറ്റില്, വൻകര ഭൂവൽക്കം 30 കിലോമീറ്റർ വന്നപ്പോൾ മാൻറ്റില് 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇനി എന്താണ് ശിലാമണ്ഡലം? നമ്മുടെ ഭൂവൽക്കവും, നമ്മൾ ആദ്യം പഠിച്ച ഭൂവൽക്കവും ഈ മാൻറ്റിലിന്റെ ഉപരിഭാഗം, അതായത് മാൻറ്റിലിന്റെ പുറമേയുള്ള ഭാഗവും ചേർന്നുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. അപ്പോൾ ഈ ലിത്തോസ്ഫിയർ എന്ന് തന്നെ നമുക്ക് മലയാളത്തിലും ലിത്തോസ്ഫിയർ എന്ന് തന്നെ എഴുതി ചോദിക്കാം. അപ്പോൾ ശിലാമണ്ഡലമാണ് ലിത്തോസ്ഫിയർ എന്ന് ഓർത്ത് വെക്കുക. ഭൂവൽക്കവും മാൻറ്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗമാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അല്ലെ മാഗ്മയായി അർദ്ധ ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പോൾ ലിത്തോസ്ഫിയറും അസ്തനോസ്ഫിയറും തമ്മിൽ മാറരുത്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കവും മാൻറ്റിലിന്റെ ഉപരിഭാഗവും കൂടി ചേർന്നതാണ്. എന്നാൽ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഈ ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അല്ലെ മാഗ്മയായി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. എന്നാൽ ഈ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. അപ്പൊ എന്താ? അസ്തനോസ്ഫിയർ അർദ്ധദ്രവാവസ്ഥയിലാണ് അല്ലെ? അസ്തനോസ്ഫിയർ അർദ്ധദ്രവാവസ്ഥ നമുക്ക് ഓർത്തിരിക്കാം. നല്ലൊരു ഹിന്റ് ഉണ്ട്, അസ്തനോസ്ഫിയർ അർദ്ധദ്രവാവസ്ഥ. എന്നാൽ ഈ അസ്തനോസ്ഫിയറിന് താഴെ വരുന്ന ഭാഗം ഖരാവസ്ഥയിലാണ്. അതും നോട്ട് ചെയ്ത് വെക്കുക, ഖരാവസ്ഥയിലാണ്. ഇനി അടുത്ത് നമ്മൾ നേരത്തെ ഫിഗറിൽ മാൻറ്റിൽ കഴിഞ്ഞാൽ നമ്മൾ പുറക്കാമ്പ്, അത് കഴിഞ്ഞ് അകക്കാമ്പ് എന്നാണ് പഠിച്ചത്. അപ്പോൾ അതിനെ രണ്ടും ചേർത്ത് നമ്മൾ കാമ്പ് അഥവാ കോർ എന്നാണ് പറയുന്നത് കേട്ടോ. പുറക്കാമ്പിനെയും അകക്കാമ്പിനെയും ചേർത്താണ് കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത്. മാൻറ്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിനെ പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ്. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ മുൻപ് ചോദിച്ചിട്ടുണ്ട്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കേട്ടോ. അപ്പം നമ്മൾ അകം എന്ന് പറയുന്നത് ഖര ആണെന്ന് ഓർക്കുക. അകം ഇങ്ങനെ വെള്ളമായിട്ട് കിടന്നാൽ പിന്നെ ഭൂമി ഇല്ലാണ്ടാവുമെന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. അകം എന്ത് ചെയ്യുക? ഖരാവസ്ഥയിലാണ്. അകക്കാമ്പ് ഖരാവസ്ഥയിലാണ്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപപ്പെട്ടതാണ്. അതിനാൽ കാമ്പിനെ നിഫേ എന്നും വിളിക്കുന്നു അല്ലെ. കാമ്പിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ അല്ലെങ്കിൽ ലോഹങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് നിക്കലും ഇരുമ്പാണ്. ഇരുമ്പ് ഫെറം എന്നാണ് അല്ലെ അതിന്റെ ലാറ്റിൻ നാമം. അതുകൊണ്ട് ഈ നിക്കലിന്റെ എണ്ണയും ഇരുമ്പിന്റെ Fe പ്രതീകങ്ങൾ ചേർത്തിട്ട് നമ്മൾ കാമ്പിനെ നിഫേ എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ അകക്കാമ്പിന്റെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അകക്കാമ്പിലെ ചൂട് എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഭൂമിയുടെ ഘടന സവിശേഷതകൾ നമ്മൾ പഠിച്ചതിനെ ഇവിടെ എഴുതാനായിട്ട് പറയുന്നുണ്ട്. അത് ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഭൂവൽക്കം ഏറ്റവും പുറമേയുള്ള ഭാഗം, ഭൂവൽക്കത്തിന്റെ ബാക്കി പോയിന്റ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. മാൻറ്റിൽ എന്ന് പറയുന്നത് ഭൂവൽക്കത്തിന് താഴെ 2900 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ്. ഇനി കാമ്പ് നിഫെ എന്നറിയപ്പെടുന്നു. ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇനി നമുക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തെ പറ്റി നോക്കാം. ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഭൂമിയും അന്തരീക്ഷവും എങ്ങനെയാണ് മാറിയതെന്നാണ് പറയുന്നത്. ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൂമി. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് അത് എന്ത് ചെയ്തു? സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിന്റെ ഒരു ആവരണമുണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം അല്ലെ. ഭൂമിയുടെ ചുറ്റുമുള്ള വായുവിന്റെ ആവരണത്തെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാതക പുതപ്പാണ് അന്തരീക്ഷം. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമാകുന്നു. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങളെ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഒക്കെ അന്തരീക്ഷത്തിലുണ്ട്. ഓക്കെ, ഇനി അന്തരീക്ഷ സംരചന, കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നമുക്ക് നമ്മുടെ അന്തരീക്ഷ സംരചന എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിന്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ് അല്ലെ. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. നോട്ട് ചെയ്ത് വെക്കുക.
ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? വാതകങ്ങളുടെ അളവ് കുറഞ്ഞാണ് വരുന്നത് അല്ലെ. മുകളിലോട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ വാതകങ്ങളൊക്കെ കൊണ്ട് ബഹിരാകാശത്തൊക്കെ പോകുന്നവർ ഇവിടെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ അല്ലേ. അപ്പം എന്ത് ചെയ്യുക? ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. അപ്പോൾ ഈ രണ്ട് വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. നമ്മുടെ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും പറ്റിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവാണ് പറഞ്ഞേക്കുന്നത്. അന്തരീക്ഷത്തിൽ 78% നൈട്രജനാണ്, 21% ഓക്സിജനാണ് അല്ലേ. 78% നൈട്രജനും 21% ഓക്സിജനാണ്. ബാക്കിയുള്ള 1% ഉൾപ്പെടുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? 1% ഉൾപ്പെടുന്നത് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ നൈട്രജനാണ്, 78%. പിന്നെ ഓക്സിജൻ 21%. അപ്പോൾ അത്രയും ആയപ്പോൾ തന്നെ 99%. ബാക്കിയുള്ള 1% ഉൾപ്പെടുന്നതാണ് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ തുടങ്ങിയവ. ഓക്കെയാണല്ലോ. ഇനി എന്താണ് ബാഷ്പീകരണം എന്ന് നോക്കാം. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അല്ലെ. നമ്മുടെ സൂര്യന്റെ ചൂടേറ്റ് നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്നുള്ള ജലം എന്ത് ചെയ്യുന്നു? നീരാവിയായി അങ്ങ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ഈ ഒരു പ്രക്രിയയാണ് നമ്മളെ ഇവാപ്പറേഷൻ അഥവാ ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ. അപ്പോൾ ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കണ്ടുവരുന്ന ആ ഒരു കിലോമീറ്റർ എത്രയാണെന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ നമുക്ക് ജലബാഷ്പത്തിന്റെ സാന്നിധ്യം അറിയാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്. നമ്മൾ പറഞ്ഞു അല്ലെ എന്തൊക്കെയുണ്ട് അന്തരീക്ഷത്തിൽ നിന്ന്. അപ്പോൾ പൊടിപടലങ്ങളൊക്കെ സാധാരണയായി കണ്ടുവരുന്നത് നമ്മുടെ ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അപ്പോൾ ഭൗമോപരിതലത്തിലാണ് പൊടിപടലങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഘനീകരണ മർമ്മങ്ങൾ. എന്താണ്? ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്? ഈ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി നമ്മുടെ അന്തരീക്ഷ നീരാവി ഘനീഭവിക്കുകയും അവിടെ മേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഈ മേഘങ്ങൾ രൂപപ്പെടാൻ സഹായിക്കുന്നത് കൊണ്ട് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഘനീകരണ മർമ്മങ്ങൾ അഥവാ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഈ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്നും ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. അതുപോലെ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവയുണ്ട്. ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരത്തിൽ നിന്നുമൊക്കെ ഈ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ഇനി നമ്മുടെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. ഇനി അന്തരീക്ഷ മലിനീകരണത്തെ പറ്റിയാണ് പറയുന്നത്. കണ്ടോ ഏതൊക്കെ രീതിയാണ്, എന്താണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നുണ്ട്. അന്തരീക്ഷ വായുവിന്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്ന പ്രക്രിയയാണ് നമ്മൾ അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. അന്തരീക്ഷ മലിനീകരണം അന്തരീക്ഷ വായുവിന്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റും രാസവസ്തുക്കളും വായുവിൽ കലരുന്ന പ്രക്രിയയാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു തന്നിട്ട് എന്താണത് എന്ന് ചോദിച്ചാൽ അത് അന്തരീക്ഷ മലിനീകരണമാണ് എന്ന് പറയാനായിട്ട് കഴിയണം. നമ്മുടെ അന്തരീക്ഷ വായുവിന്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും മറ്റു വിഷവാതകങ്ങളും രാസപദാർത്ഥങ്ങളും ഒക്കെ വായുവിൽ കലരുന്ന പ്രോസസ്സാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ തരം അന്തരീക്ഷ മലിനീകരണങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ അറിയാലോ അല്ലേ. ഇനി അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്താണ് അമ്ലമഴ അഥവാ ആസിഡ് റെയിൻ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. അപ്പോൾ എന്താണ് അമ്ലമഴ? നമ്മുടെ കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവയൊക്കെ കത്തുമ്പോൾ
എന്തൊക്കെ വാതകങ്ങളാണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. നോട്ട് ചെയ്ത് വെക്കണേ. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ഈ അന്തരീക്ഷത്തിലെത്തുന്ന വാതകങ്ങൾ മഴവെള്ളത്തോടൊപ്പം മിക്സ് ആകുന്നു. മഴവെള്ളത്തോടൊപ്പം ചേർന്ന് എന്താവുന്നു? മിക്സ് ആകുന്നു. അങ്ങനെ വെള്ളത്തിന് ആസിഡിറ്റി അല്ലെ ആസിഡ് സ്വഭാവം കൈവന്ന് അവ മഴയായിട്ട് ഭൂമിയിലേക്ക് എത്തുന്നു. അങ്ങനെ മഴവെള്ളത്തിൻ്റെ നമുക്കിപ്പോൾ പെയ്യുന്ന മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5 കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. അപ്പോൾ അമ്ലമഴയുടെ നമുക്ക് നോർമലായിട്ട് പെയ്യുന്ന മഴയിൽ ആ മഴവെള്ളം എടുത്ത് നമ്മൾ സാമ്പിൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ pH മൂല്യം അല്ലെ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ pH മൂല്യം 5 കുറവായിട്ട് തോന്നിയാൽ അതിനെ അമ്ലമഴയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? അത് 7 അല്ലെ? 7. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7. ഇനി എന്താണ് പുകമഞ്ഞ് അഥവാ സ്മോഗ് എന്ന് പറയുന്നത്? പുകമഞ്ഞ് നമ്മുടെ പുകയിലെ സ്മോക്കും അതുപോലെ മൂടൽമഞ്ഞ് ഫോഗും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത്. അതായത് സ്മോക്കും ഫോഗും ചേർന്നിട്ടാണ് സ്മോഗ് ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ സ്മോക്കിലെ സ്മോയും ഫോഗിലെ ജിയും കൂടെ എടുത്ത സ്മോഗ്. പുകയും മൂടൽമഞ്ഞും ചേർന്നാണ് പുകമഞ്ഞ് അഥവാ സ്മോഗ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ നമ്മളോട് സ്മോഗ് എന്ന് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. പുകമഞ്ഞ് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും പുകയും മഞ്ഞും ആണെന്ന്. പക്ഷെ സ്മോഗ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഓർത്തിരിക്കുക, സ്മോഗ് എന്ന് പറയുന്നത് പുകയും മൂടൽമഞ്ഞും ചേർന്നായിട്ടാണ് രൂപപ്പെടുന്നത്. നമ്മുടെ വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിറയുന്നുണ്ട്. ഇവ നമ്മുടെ അന്തരീക്ഷത്തിലെ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായുമലിനീകരണം കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പലതരത്തിൽ ഇതൊക്കെ നമുക്ക് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനായിട്ട് പലതരത്തിലുള്ള പരിഹാരങ്ങളുണ്ടെന്ന് പറയുന്നു അല്ലേ? ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരോ വണ്ടികളിൽ പോകാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നു, അതുപോലെ സൈക്കിൾ ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഘടന. ഇതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അന്തരീക്ഷത്തിൻ്റെ ഘടന. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അന്തരീക്ഷത്തെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്? ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, താപവ്യത്യാസം അല്ലെ? ഓരോ പാളികളിലുമുള്ള താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ആളാണ് ട്രോപ്പോസ്ഫിയർ, അതിനു മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മീസോസ്ഫിയർ, ദെൻ തെർമോസ്ഫിയർ, ദെൻ എക്സോസ്ഫിയർ. കണ്ടോ, ഇത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഓർമ്മ വരും. നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്താണ് ട്രോപ്പോസ്ഫിയർ, ദെൻ സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പോൾ ഓരോന്നിലും ഓരോ ചിത്രവും കൂടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രോപ്പോസ്ഫിയറിലാണെങ്കിൽ പ്ലെയിന് പോകുന്നുണ്ട്, മീസോസ്ഫിയറിൽ ഉൽക്കകളുടെ ചിത്രമുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അന്തരീക്ഷ പാളികൾ നമുക്ക് ഓരോന്നിൻ്റെയും പ്രത്യേകത നോക്കാം. ട്രോപ്പോസ്ഫിയർ അല്ലെ? ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരമാണ് ട്രോപ്പോസ്ഫിയറിന് വരുന്നത്. അപ്പോൾ എത്ര കിലോമീറ്റർ ആണ് ഭൗമോപരിതലത്തിൽ നിന്നും? 13 കിലോമീറ്റർ. ധ്രുവപ്രദേശങ്ങളിലാണെങ്കിൽ ഇത് ഏകദേശം 8 കിലോമീറ്റർ ആണ്. ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരമുണ്ടാകും. അതിൽ തന്നെ സ്പെഷ്യൽ കേസ് ധ്രുവപ്രദേശങ്ങളിലാണെങ്കിൽ ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ ഉയരവും ട്രോപ്പോസ്ഫിയറിനുണ്ട്. അപ്പോൾ ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതുകൊണ്ടാണ് ഇതിന് 18 കിലോമീറ്റർ ഉയരം വരുന്നത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. കാരണം നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ പൊടിപടലങ്ങളും ജലബാഷ്പവും ഒക്കെ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ, നമ്മൾ ഭൂമിയിലാണല്ലോ ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. മഴയായിക്കോട്ടെ, മഞ്ഞ്, കാറ്റ്, മേഘരൂപീകരണം, ഇതൊക്കെ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണെന്ന് ഓർക്കുക. കാരണം അതാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്. ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത എന്തെന്നാൽ ഭൗമോപരിതലത്തിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. ഇപ്പോൾ ട്രോപ്പോസ്ഫിയറിലെ പ്രത്യേകതയാണ്, PYQ ആണ്.
ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരം കഴിയുമ്പോഴും 1°C എന്ന തോതിൽ അന്തരീക്ഷ താപനില എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തെ 165 മീറ്ററിൽ അന്തരീക്ഷ താപനില ഇപ്പോൾ ഒരു 30°C ആണെന്ന് വിചാരിച്ചു, എക്സാമ്പിൾ ആണേ. അടുത്ത വീണ്ടും ഈ 165 നിന്നും വീണ്ടും ഒരു 165 മീറ്റർ ആണേ, കിലോമീറ്റർ അല്ല, 165 മീറ്റർ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അന്തരീക്ഷ താപനില നേരത്തെ 30 ആയിരുന്നെങ്കിൽ 1°C കുറഞ്ഞ് 29°C ആകും. വീണ്ടും അവിടെ നിന്ന് 165 മീറ്റർ പോകുമ്പോൾ വീണ്ടും ഈ 29 നിന്നും 1°C കുറഞ്ഞ് 28°C ആയിട്ട് മാറും. അപ്പം ഇത് ട്രോപ്പോസ്ഫിയറിന്റെ മാത്രം പ്രത്യേകതയാണ്. ഓരോ 165 മീറ്റർ ഉയരത്തിലും 1°C എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. ഒരു ക്രമത്തിലല്ലേ പോകുന്നത്, അതുകൊണ്ട് അതിനെ ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ അന്തരീക്ഷ പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ട്രോപ്പോസ്ഫിയറിനെ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിളിക്കുന്നത്. ഇനി ആ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ആളാണ് സ്ട്രാറ്റോസ്ഫിയർ അല്ലേ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള പാളിയാണിത്. അതുപോലെ ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. അപ്പോൾ നമ്മുടെ ട്രോപ്പോസ്ഫിയർ 13 കിലോമീറ്റർ വരെ ഉയരത്തിലാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയർ ശരാശരി 50 കിലോമീറ്റർ ആണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നാണേ. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. നോട്ട് ചെയ്ത് വെക്കുക. ട്രോപ്പോസ്ഫിയറിൽ 165 മീറ്റർ വീതം പോകുമ്പോൾ 1°C വീതം താപം കുറയുന്നെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഓസോൺ പാളി കാണപ്പെടുന്നത്. അതെല്ലാവർക്കും അറിയാം അല്ലേ. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്, സ്ട്രാറ്റോസ്ഫിയർ. ഇത് നമ്മുടെ ഈ ഓസോൺ പാളി എന്ന് പറയുന്നത് ഉപരിതലത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഓസോൺ, ഭൂമിയുടെ രക്ഷാകവചം, നമുക്കത് നോക്കാം. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അതൊക്കെ നമുക്കറിയാലോ അല്ലേ. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് നമുക്കും ജീവജാലങ്ങൾക്കും ഒക്കെ ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇനി എന്തൊക്കെയാണ് ഈ അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷങ്ങൾ? ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഇനി ഓസോൺ ദിനം എന്നാണ്? എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ഡേ ആയിട്ട് അല്ലെങ്കിൽ ഓസോൺ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത ജനങ്ങളിൽ ബോധവൽക്കരിക്കുക അല്ലെങ്കിൽ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ. ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഈ ഓസോൺ ഡേയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞു, സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞു. ഇനി അടുത്ത പാളിയാണ് മീസോസ്ഫിയർ. എന്താണ് മീസോസ്ഫിയർ? സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയർ എത്രയായിരുന്നു? ട്രോപ്പോസ്ഫിയർ നമ്മൾ പറഞ്ഞു 13 കിലോമീറ്റർ, സ്ട്രാറ്റോസ്ഫിയർ ആണെങ്കിൽ 50 കിലോമീറ്റർ, ഇനി മീസോസ്ഫിയർ ആണെങ്കിൽ 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. ഈ പാളിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉയരം കൂടുന്തോറും താപം കുറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്നിടവിട്ടാണേ നമ്മുടെ ട്രോപ്പോസ്ഫിയറിലും ഓരോ ഉയരം കൂടുന്തോറും ക്രമമായ താപനഷ്ട നിരക്ക് സംഭവിക്കുന്നു. എന്നാലും അവിടെ താപം കുറയുകയാണ് ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? താപം കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. താപം കൂടുതൽ, ഓരോ ഉയരം കഴിയുമ്പോൾ താപം കൂടുന്നു. മീസോസ്ഫിയർ വരുമ്പോഴും ഉയരം കൂടുമ്പോൾ താപം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു. അപ്പോൾ ഒന്നിടവിട്ട് കൂടിക്കുറഞ്ഞാണ് വരുന്നത് എന്ന് ആലോചിക്കുക. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100°C വരെ താഴുന്നു. അതുകൊണ്ട് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളിയാണ് മീസോസ്ഫിയർ. അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളി ഏതാണ്? അത് മീസോസ്ഫിയർ ആണ്. അങ്ങനെ നമ്മുടെ ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ കത്തിച്ചാരമാകുന്നതും മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. അതാണ് നേരത്തെ മീസോസ്ഫിയറിന്റെ ഫിഗർ കാണിച്ചപ്പോൾ അതിലിങ്ങനെ ഉൽക്കകൾ പോലെ ഇങ്ങനെ കാണിച്ചത് കേട്ടോ. അത് സ്റ്റാർ ഒന്നുമല്ല, ഉൽക്കകളാണ്. അപ്പോൾ മീസോസ്ഫിയറിൽ എന്താണ് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്? ഉയരം കൂടുന്തോറും താപം കുറയുന്നു. അതുപോലെ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ്. ഇനി അടുത്ത പാളിയാണ് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. 80 മുതൽ 400 കിലോമീറ്റർ. നമ്മുടെ മീസോസ്ഫിയർ 50 മുതൽ 80 ആയിരുന്നെങ്കിൽ
തെർമോസ്ഫിയർ ആ 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഉയരം കൂടുന്തോറും ഇവിടെ താപനില എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. അപ്പോൾ ട്രോപ്പോസ്ഫിയറിലെ താപനില കൂടി. നമുക്ക് അടുത്ത സ്ട്രാറ്റോസ്ഫിയറിൽ വന്നപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ എന്ത് ചെയ്തു? ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടി വന്നു. മീസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില വീണ്ടും എന്ത് ചെയ്തു? കുറഞ്ഞു വന്നു. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും എന്ത് ചെയ്തു? താപനില കൂടി വന്നു. ഈ തെർമോസ്ഫിയറിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് വിളിക്കുന്ന പേരാണ് അയണോസ്ഫിയർ. തെർമോസ്ഫിയറിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് വിളിക്കുന്ന പേരെന്താണ്? അയണോസ്ഫിയർ. ഇനി എന്താണ് അയണോസ്ഫിയർ എന്നൂടെ നമുക്ക് നോക്കാം. അന്തരീക്ഷത്തിന്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയാണ് നമ്മൾ അയോണീകരണം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ അയോണീകരണം സംഭവിക്കുന്ന മണ്ഡലത്തെയാണ് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അയോണീകരണം സംഭവിക്കുന്ന മണ്ഡലം ഏതാണ്? അയണോസ്ഫിയർ ആണ്. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. അതുകൊണ്ട് റേഡിയോ തരംഗങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രക്ഷേപണം നടത്തുന്നത് നമ്മുടെ അയണോസ്ഫിയറിലാണ്. അയണോസ്ഫിയർ ഇല്ലെങ്കിൽ നമുക്ക് തെർമോസ്ഫിയർ എന്നും എഴുതാം. കാരണം അയണോസ്ഫിയർ തെർമോസ്ഫിയറിലാണല്ലോ ഉൾപ്പെടുന്നത്. ഇപ്പോൾ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അയണോസ്ഫിയർ ഉണ്ടെങ്കിൽ അത് എഴുതുക, അതില്ല എങ്കിൽ തെർമോസ്ഫിയർ എന്ന് എഴുതുക. അതാണ് അയണോസ്ഫിയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് അത് സഹായിക്കുന്നു. ഇനി ഏറ്റവും ലാസ്റ്റ് വരുന്ന ആളാണ് എക്സോസ്ഫിയർ, അല്ലെ? അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണിത്. 400 കിലോമീറ്ററിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ടുള്ള അന്തരീക്ഷ പാളി ഏതാണ്? എക്സോസ്ഫിയർ ആണ്, അല്ലെ? മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു, അല്ലെ, അവിടെ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അങ്ങനെ വായു തന്മാത്രകളുടെ സാന്നിധ്യം എന്ത് ചെയ്യുന്നുണ്ട്? ക്രമേണ കുറഞ്ഞ് ആ വായു ഒന്നും അധികം ഇല്ലാത്ത ബഹിരാകാശത്തിന്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ ബഹിരാകാശത്തിന്റെ ഭാഗമായ അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. ഇത് നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ടേബിൾ ആയിട്ട് ഉണ്ടാക്കുക. അന്തരീക്ഷ പാളി, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ആ തെർമോസ്ഫിയർ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ബ്രാക്കറ്റിലായിട്ട് അയനോസ്ഫിയറിൻ്റെ ഒരു ഇതൂടെ എഴുതിയിട്ടിരുന്നാൽ മതി. ഇതിൻ്റെ ഉയരം എത്ര മുതൽ എത്ര വരെയാണ്, ഇവിടുത്തെ താപനിലയ്ക്ക് ഉയരം കൂടുന്നതനുസരിച്ച് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, ഇനി ഇതെന്തിനൊക്കെ സഹായിക്കുന്നു, അല്ലെ? നമ്മുടെ അന്തരീക്ഷ പ്രതിഭാസം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്, ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലെ. ഏറ്റവും അതിൻ്റെ പ്രത്യേകതകൾ, താപനില കുറവ് മീസോസ്ഫിയർ ആണ്. പിന്നെ എന്താണ്, പിന്നെ അതിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി ഒരു ടേബിളായിട്ട് വെച്ചാൽ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇവിടെ ചേരുംപടി ചേർക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഇത് പഠിച്ചതിന് ശേഷം ഒന്ന് ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ഓരോന്നും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, അല്ലേ? ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. താപനില ഏറ്റവും കുറഞ്ഞ പാളി ഏതാണ്? മീസോസ്ഫിയറിലാണ്. ഉയരക്രമത്തിനനുസരിച്ച് ഒരു നിശ്ചിത തോതിൽ താപം കുറയുന്ന പാളി, അതായത് ക്രമമായ താപനഷ്ട നിരക്ക് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഓസോൺ വാതക സാന്നിധ്യം എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ളത് ആരാണ്? തെർമോസ്ഫിയർ ആണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിലേക്ക് ലയിക്കുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു എക്സോസ്ഫിയർ ആണ്. അപ്പോൾ നമ്മൾ ഭൗമോപരിതലത്തിൻ്റെ കുറേ സവിശേഷതകൾ, നമ്മുടെ ഭൂമിയെയും അതിൻ്റെ ഉള്ളറകളെയും അന്തരീക്ഷത്തെയും അന്തരീക്ഷ പാളിയെക്കുറിച്ചുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കണം. അപ്പോൾ കിട്ടുന്നില്ലെന്ന് കുറച്ച് പേര്, നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് കുറച്ച് പേര് പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.